ഇതൊക്കെ സംഘടനാ പ്രവർത്തനം. ഞങ്ങൾക്ക് ഇതൊന്നും അത്ര താല്പര്യമുള്ള സംഗതിയല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഏർപ്പെടുന്നത്. നിങ്ങൾ പരിപാടി വെക്കുന്നതിന് മുമ്പ് അരീക്കോട് പോലീസ് സ്റ്റേഷനിലേക്ക് ഞങ്ങൾക്ക് വയ്യറിയിട്ടല്ല, മൈക്കക്കാരൻ ഏൽപ്പിക്കാൻ ഞങ്ങളെയൊക്കെ പൈസല്ലായിട്ടല്ല. ഇതല്ല ഇസ്ലാമിക പ്രബോധനം. അത് തിരിച്ചറിയാൻ ഈ നാട്ടിലെ കാരണവന്മാർ തയ്യാറാകണം. സുഹൃത്തുക്കളെ, എന്താണ് ഈ ആശയങ്ങളൊക്കെ ഒഴിവാക്കിയുള്ള തകരാറ് നിങ്ങൾ മനസ്സിലാക്കിക്കണോ? ചെറുപ്പക്കാരായ മക്കളിൽ വിനയവിരുദ്ധത ശംസുലുലമ കുത്തിവെച്ചത് വെറുതെയല്ല. ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡിന്റെ പുസ്തകം അത് പഠിപ്പിച്ചത് വെറുതെയല്ല. നിങ്ങളുടെ പാഠപുസ്തകത്തിൽ നിന്ന് അത് ഒഴിവാക്കിയപ്പോൾ ആ പുസ്തകത്തിൽ നിന്ന് പഠിച്ചു വളർന്ന നിങ്ങളുടെ ഹുദവികളും വാസികളും ഇന്ന് സമുദായത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആശയം എന്താണ്? മുജാഹിദിനോട് സലാം പറയാമെന്ന് മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമിയോട് സലാം പറയാം എന്ന് മാത്രമല്ല, ആഗോള ഇസ്ലാമിക സമുദായത്തിന്റെ കെട്ടുറപ്പ് തകർക്കാനും അല്ലാഹുവിന്റെ ഹബീബിനെയും അവിടുത്തെ അനുചരന്മാരെയും പച്ചയായി പറിച്ചു നീങ്ങാനും ആഗോള രാഷ്ട്രീയ സംവിധാനം രൂപപ്പെടുത്തി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഷിയാക്കൾ എന്ന് പറയുന്ന ഇസ്ലാമിക വിരുദ്ധ ശക്തികൾക്ക് പോലും സലാം പറയാമെന്ന് പച്ച മലയാളത്തിൽ ഫത്വ കൊടുക്കുന്ന വൃത്തികേടിലേക്ക് നിങ്ങളെ ശിഷ്യന്മാര് തരം താഴുന്നു. നിങ്ങളെ ഖുർആൻ പ്രഭാഷകർ അധപ്പതിച്ചു പോകുന്നു. എന്റെ ഒരു നാട്ടുകാരുണ്ട് സിംസാറുല്ല. ആ സിംസാറുല്ലത്തിനോട് ഒരാൾ എന്താ ചോദിക്കണത്? ഷിയാക്കളോട് സലാം പറയാൻ പറ്റുമോ? മൂപ്പര് കൂളായിട്ട് പറയാം. അതിനെന്താ കുഴപ്പോ? അവര് മുസ്ലിമീങ്ങളാണ്, സലാം പറയാനോ? എത്ര ഗുരുതരം നോക്കി. മൂപ്പര് ഉസ്താദ് ഷിയാക്കളെ സമ്മേളനത്തിന് പോയി എന്നൊക്കെ പറഞ്ഞ് വാട്സപ്പിൽ പിക്ചർ ഉണ്ടാക്കിയപ്പോഴും ഞാനൊന്നും അത് പ്രസംഗിച്ചിട്ടില്ലേ. ഇനി അത് പ്രസംഗിക്കാതിരിക്കാൻ പറ്റുമോ? കണ്ടങ്ങൾ അവിടുന്ന് കിട്ടിയ ത്വരീക്കത്ത് ഇവരെ ശിഷ്യന്മാരിലൂടെ ചെലവാക്കുകയാണ്. പിന്നെ ഷിയാക്കളോട് സലാം പറയുന്നതിന്റെ വിധി അവര് മുസ്ലിമീങ്ങളായിട്ടാണല്ലോ കണക്കാക്കുക. അതിൽ ചില എക്സ്ട്രീമിസ്റ്റുകളുണ്ട്. രണ്ട് ഇംഗ്ലീഷ് പറഞ്ഞാൽ ഷിയാക്കൾ നന്നാകുമോ? സംബന്ധിച്ചൊന്നും അങ്ങനെ അവര് മുസ്ലിമീങ്ങളല്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോ കുഴപ്പമില്ല, ഇൻഷാ അല്ലാഹ് കുഴപ്പമില്ല. ലോകത്തൊരു ഇമാമ് പറഞ്ഞിക്കണോ ഇത്? കണ്ടങ്ങള് എന്താ ചെരിഞ്ഞ മോന്തായിട്ട് വളഞ്ഞോ അങ്ങനെയൊക്കെ ഒരു നാടൻ പോയ കൊണ്ട് എന്താണ് കുറ്റം കിട്ടണില്ല അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിങ്ങള്. മല്ലാക്കലെന്ന് പറഞ്ഞ കുട്ടികൾ മരം കയറിപ്പോട്ട് ഷിയാക്കളെ സമ്മേളനത്തിൽ പോയിട്ട് ഉസ്താദ് സലാം പറഞ്ഞു പോന്നിട്ടുള്ളൂ. ശിഷ്യന്മാര് നാട്ടുകാർക്ക് സലാം ചൊല്ലി പഠിപ്പിച്ചു കൊടുക്കുകയാണ് അല്ലേ? ഇത് പറഞ്ഞപ്പോ അയാൾ വേറൊരു ന്യായീകരണം. അതെന്താ നിങ്ങൾ അതിനേക്കാളും വലിയ വിവരക്ക് എന്തൊരു ഇടങ്ങേറ് ഇതൊക്കെ ആലോചിച്ചു. മൂപ്പരെന്തായാലും മറുപടി കൊടുത്തത് നിങ്ങള്. ഞാൻ ആ മറുപടി പറഞ്ഞത് UAE അബുദാബിന്നാണ്. അബുദാബിയിൽ ക്ലാസ് എടുക്കുമ്പോ ഇവിടത്തെ ഹുക്കുമത്തിനനുസരിച്ച് അത് പറയാൻ പറ്റുള്ളൂ. നാട്ടിലാണെങ്കിൽ കൊത്തുലുമീനനുസരിച്ച് ആ മക്ക കൊടുക്കുക, അബുദാബിയിൽ ഇവിടുത്തെ അനുസരിച്ചേ പറയാൻ പറ്റുള്ളൂ. എങ്ങനെയുണ്ട് ഇസ്ലാം? കൊത്തുലുമയിൽ ലോകത്ത് മുഴുവനുള്ള ഷാഫി വിശ്വാസികൾക്കുള്ള ഗ്രന്ഥ. അത് ഏത് നാട്ടിലും ഒരു നാട്ടിൽ തന്നാൽ ചിലപ്പോൾ നമുക്ക് അവിടുത്തെ ഹുക്കൂമത്തിനെ മാനിച്ച് ചില കാര്യം പറയാൻ പറ്റിക്കൊള്ളുന്നില്ല. പറയാൻ പറ്റിയില്ലെങ്കിൽ ഉണ്ടാക്കുക. നാട്ടുകാർക്കനുസരിച്ച് ഇസ്ലാം ദീനിനെ ഏർപ്പാക്കി കൈ കൊടുക്കലല്ല. അതിന് മൂപ്പര് പറയുന്ന ന്യായീകരണമാണ്. സലാം പറയുന്നതിനെ കുറിച്ച് ഇന്ന് പറഞ്ഞ വിഷയത്തിൽ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുണ്ടെന്ന് കേട്ടു. പരസ്പരം തിരുത്തി കൊടുക്കാനും നന്നാക്കി കൊടുക്കാനൊക്കെ പറ്റുന്ന ആളുകളെ നമ്മുടെ സമൂഹത്തിൽ അള്ളാഹു തന്നത് വലിയ ഭാഗ്യമാണ്. അൽഹംദുലില്ലാഹ്. അത് സ്വീകരിക്കാൻ പറ്റൂല. നമ്മുടെ സമുദായത്തിൽ കുറയണം. ഞാനവർ പറയുന്നത് ഷിയാക്കൾക്ക് സലാം പറയാൻ പറ്റിയ ചോദ്യമുണ്ടായിരുന്നു. നമ്മുടെ മദ്ഹബിന്റെ അഭിപ്രായത്തെ കുറിച്ചല്ല അവിടെ ചർച്ച വന്നത്. പറയണ്ടേ? ഇനി ഏത് മതകാരാ ഷിയാക്കളെ പിന്നാലെ പോയത്? നമ്മൾ ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ ഷിയാക്കളുണ്ടോ? ഇല്ലെങ്കിൽ നമ്മുടെ നാട്ടിലോട്ട് അത് പറഞ്ഞു കൊടുക്കുന്നു. ഷിയാക്കളുടെ പണി ചെയ്യുന്നവരുണ്ട്, എത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലാകാത്തവരുണ്ട്. അതല്ലേ നമ്മുടെ നാട്ടിൽ ഷിയാക്കളുണ്ട്? ഇല്ല. ഇവിടെയാണ് നമുക്കവിടെ ഉള്ളത്. ഇവിടെയാണ് ഒന്ന് കൂടുതൽ കാണുന്നത്. ഷിയാക്കളോട് സലാം പറയാൻ പറ്റുമോ? ഷാഫിഈ മദ്ഹബിന്റെ അഭിപ്രായ പ്രകാരം അത് ഏറ്റവും വലിയ കറാഹത്താണെന്നല്ല. മുബ്തദിഅകളോട് സലാം പറയുന്ന ഹുക്മാണെന്നൊക്കെ പറയും. അബൂദാബിയിൽ വെച്ചിട്ട് അവിടുത്തെ ഹുക്കൂമത്തിനനുസരിച്ച് എനിക്ക് പറയാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ അയാൾ പറയുന്നത്. പക്ഷെ ഇപ്പൊ അയാൾ ഈ പറഞ്ഞുണ്ടല്ലോ, ഏത് ഷിയാക്കളോട്
സലാം പറയല് കറാത്താന്ന് പറയണ ഇപ്പറച്ചിൽ അതോ അബുദാബി എന്നാണ്. അതാരാ ഈ ഉപ്പൂമത്തിനെ പേടിച്ചിട്ട് ഞാൻ അപ്പത് പറയാഞ്ഞതെന്ന് പ്രസംഗിക്കണ മൂല്യര് അതേ നാട്ടിൽ വെച്ചിട്ട് തന്നെ എപ്പം പറയുന്നത് എന്താ? അത് കറാത്താണ്. ഇവിടുത്തെ ഔഖാഫ്, ഞാനത് ഔഖാഫിലേക്ക് എഴുതി ചോദിച്ചൊരു ചോദ്യമാണ്. നിങ്ങൾക്ക് എഴുതി ചോദിക്കാം. മൂല്യരെ നിങ്ങൾ പത്തുലുമീൻ പഠിച്ച ആളല്ലേ? നിങ്ങൾ അവിടെ പോയിട്ട് ഔക്കാഫെന്നല്ല പത്തുവ നോക്കേണ്ടത്. പത്തുലുമൊയിനെന്ന തൊഴ്സീന അല്ല കെട്ടേലും ഇഷ്ടാല് തീർക്കാണ്ടോ അതിന് നിങ്ങൾ വിളിക്കേണ്ടത് നിങ്ങളെ മൂല്യമാരിയ, അല്ലാതെ ഔക്കാഫല്ല. നിങ്ങൾക്ക് നമ്മുടെ മതത്തിന്റെ ഉലമാക്കളുണ്ട് കേരളത്തിൽ വിളിച്ചു ചോദിച്ചൂടെ? പറയുന്നത് വിധി എന്താണ്? അബൂദാബിയിലെ ഔഖാഫിലേക്ക് ഞാനത് രേഖാമൂലം എഴുതി ചോദിച്ചില്ല. ഒരു കുഴപ്പമില്ലെന്ന് ഒരു പറയാം. നമ്മൾ ഈ പരിപാടി നടത്തുന്ന അബൂദാബിയിലാണ്. ആ പരിപാടി ഇയാൾ കറാക്കാന്ന് പറഞ്ഞിട്ട് അത് വേറെ കാര്യം. ഈ സെന്ററിന് ഈ പെർമിഷൻ കിട്ടുന്നത് അബൂദാബി ഔഖാഫ് എന്നാണ്, ഈ പരിപാടി നടത്താനുള്ള പെർമിഷൻ. ആ പരിപാടി തന്നെ പിന്നെ ഞങ്ങളിത് പറഞ്ഞപ്പോൾ നിങ്ങൾ തിരിച്ചില്ല കറാക്കാണ്. ഈ പരിപാടി വീക്ഷിക്കപ്പെടുന്ന ഒരു പരിപാടിയാണ്. അവരുടെ സിഐഡികൾ അല്ലാത്തവർ സദസ്സിൽ കാണും. അതിപ്പോ ഈ പറഞ്ഞത് സിഐഡി വീക്ഷിക്കൂലേ? ഇവരൊക്കെ സമ്മതിച്ചു കൊടുക്കേണ്ടതായിരുന്നു. ഈ പരിപാടി കാസറ്റ് കേൾക്കുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ ഓഫീസിലേക്ക് വിളിയും വരുന്നുണ്ട്. ഇവിടുത്തെ ഔഖാഫ് കൊടുക്കുന്ന ഒരു നിയമത്തെ മറികടന്ന് എനിക്ക് ഇവിടെ പറയാൻ പറ്റൂല. അവിടുത്തെ ഔക്കാഫ് കൊടുക്കുന്ന നിയമത്തിനെതിരിൽ നിങ്ങൾക്ക് പറയാൻ പറ്റില്ലെങ്കിൽ ഉണ്ടാക്കുക. അല്ലാതെ ദീനിനെതിരായി ഔക്കാഫിനനുസരിച്ച് കോലം കെട്ടി സമുദായത്തെ പിന്തുണയാക്കരുത്. പറഞ്ഞ വിഷയമല്ലല്ലോ. ഇവിടെ നമ്മൾ പറയുമ്പോൾ ഈ സാഹചര്യം മനസ്സിലാക്കണം. നമ്മൾ എവിടെയാണ് ഈ ചർച്ച നടക്കുന്നത്? ഇവിടെയും ആലിമീങ്ങളുണ്ട്, അവർക്ക് അഭിപ്രായങ്ങളുണ്ട്. ഇതിനെ മറികടന്നൊരു പത്ത് എനിക്കത് കൊടുക്കാൻ പറ്റില്ല. എന്നാ മിണ്ടാതെന്നോളി. ദീനിനെതിരായത് ലോകത്തോടൊന്നും പറയാൻ പാടില്ല. ഇവിടെ ചോദിക്കുന്ന വിഷയം ഇവിടത്തുകാർക്ക് മനസ്സിലാക്കേണ്ട രീതിയിൽ എനിക്ക് പറയാൻ പാടുള്ളൂ. ഇവിടുത്തേക്ക് മനസ്സിലാക്കാൻ പറ്റിയ പോലത്തെ ഞങ്ങൾ പറയേണ്ടതെങ്കിൽ പിന്നെ നിങ്ങൾ മലയാളത്തിൽ പറഞ്ഞു കൊടുത്തിട്ട് അബുദാബിക്കാർക്ക് എന്ത് ഉപകാരം? അത് നിങ്ങൾ അറബിയിലല്ലേ പറഞ്ഞു കൊടുക്കണ്ടേ? മോയത്തത്തിന് കയ്യും കാലും മുളച്ചത് ഇന്റെ നാട്ടുകാരനായി എന്ന് പറയണില്ല ഞാൻ. അങ്ങനെ നമ്മൾ നാട്ടിൽ എന്തെല്ലാം വിഷയം നാട്ടിൽ നമ്മൾ 10 മിനിറ്റ് പത്ത് കൊടുക്കുക അല്ല. കുഞ്ഞാവുന്ന എവിടുന്നും അങ്ങനെയാ പത്ത് കൊടുക്കണ്ടേ? ഷാഫി മദ്ഹബ് പഠിപ്പല്ലേ? നാട്ടിൽ ഷാഫി മദ്ഹബേ ഉള്ളൂ. നിങ്ങൾ നാട്ടിൽ ചർച്ചകൾ കുഴപ്പമില്ല. ഇവിടുത്തെ ആളുകളോടുള്ള ചോദ്യമാണ്. അത് ഇവിടുത്തെ ഔഖാഫ് കൊടുക്കാത്തൊരു ഫത്വ അവർക്ക് മറികടന്നുകൊണ്ട് എനിക്കിവിടെ പറയാൻ പാടില്ല. ദീനിനെതിരായി പറയരുത്. എന്നിട്ട് ഇയാൾക്കിപ്പോ ഒരു പുതിയ ഇഷ്കാൽ എന്താ? നിങ്ങൾ എന്തിനാ സമസ്ത ഉണ്ടാക്കിയെന്നാണ്. നിങ്ങളെപ്പോലത്തെ ആൾക്കാരായി ഞങ്ങളും മാറാതെക്കാൻ. അന്ന് താജുലമി ശംസുലമി ഇത് പുനഃസംഘടിപ്പിച്ചിട്ടില്ലെങ്കിൽ നാട്ടുകാർ എന്ന വിഷയത്തിൽ മാത്രമല്ല ഈ പോയത്തത്തിന് നമ്മൾ ഒന്നേക്കാരം. അതിന് അള്ളാഹു കാത്തത് അന്ന് താജുലം അത് പുനഃസംഘടിപ്പിച്ചോണ്ടാ മൂപ്പര് ചോദിക്കുക. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുമ്പോൾ ആലോചിക്കണം. ഒന്നിനും ആലോചിക്കണം. ആ വിഷയം ചോദിക്കപ്പെട്ടത് കൊണ്ട് ഞാൻ പറയാം. തെറ്റിദ്ധാരണ കൊണ്ടാരും അങ്ങനെ ആയിപ്പോകരുത്. എന്തുകൊണ്ട് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ അഖീദ നമ്മുടെ നാട്ടിൽ സമസ്തകളെ ജമിയത്തുൽ ഉലമ സ്ഥാപിച്ചതാണ് അല്ലേ? മഹാനായ ശംസുൽ ഉലമ അബൂബക്കർ മുസ്ലിയാർ, മഹാനായ കണ്ണിയത്ത് ഉസ്താദ് ഇവരൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്തല്ലേ സമസ്തയുടെ അതേ പേര്, സമസ്ത എന്ന പേര് വെച്ച് സ്വന്തം ഗുരു എന്നവർ പറയുന്നില്ലപ്പോ. എന്നാൽ ഗുരുതുല്യനായ മഹാനല്ലേ ശംസുൽ ഉലമ? ഗുരുതുല്യനായ ഗുരു എന്ന് പറയണില്ലപ്പോ. നിങ്ങൾ എപ്പോഴും പറയേണ്ട ഗുരു അല്ല, അദ്ദേഹം ഒരു ആലിമാണ്. ഒരു ആലിമിനെ ആ ആലിമിന്റെ സംഘടനാപരമായ നിലപാട് അനുസരിച്ചെന്നെ വേറൊരു ആലിമ് നിൽക്കണമെന്നില്ല. പിഎച്ചിക്കാതിലും ഫിഖിലും നല്ലല്ലോ തർക്കമുണ്ടായത് നയപരമായ വിഷയത്തിലാണ്. ശംസുൽ ഉലമ വഫാത്തായി പോയ സ്ഥിതിക്ക് ഒരു മുത്തഅല്ലിമായ ഞാൻ ഇനി അത് തികഞ്ഞന്വേഷിക്കുന്നത് ഒരു ഖൈറാണ് ഈ സമുദായത്തിന് എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് തൽക്കാലം അത് അവിടെ അടക്കുക. നിങ്ങളത് പറയിപ്പിക്കരുത്. നിങ്ങൾക്ക് ശംസുൽ ഉലമയോട് താല്പര്യം ഉണ്ടെങ്കിൽ ആ വാബ് അടക്കാൻ നിങ്ങൾ ശ്രമിക്കണ്ടേ? വലിയല്ലേ അല്ലാഹുവിന്റെ? വലിയ ആയിക്കോട്ടെ. അബൂ ഹനീഫ തങ്ങളും ശാഫി ഇമാമും തമ്മിൽ രണ്ടാശയം ദീനിൽ പ്രവർത്തിച്ചിട്ടില്ല. അതുകൊണ്ട് പാഴാക്കുമ്പോൾ ഞടിക്കണോ? അബൂ ഹനീഫ തങ്ങളെ ജാറത്തിന് പിന്നെ ശാഫി ഇമാം സിയാറത്തിന് പോകുക. അബൂ ഹനീഫ തങ്ങളുടെ ഖുനൂത്ത് ഇല്ല എന്ന നിലപാടും ശാഫി ഇമാമിന്റെ സുബൈയിലെ ഖുനൂത്തും രണ്ടും നിലനിർത്തിക്കൊണ്ട് തന്നെ അബൂ ഹനീഫ തങ്ങളെ ജാറത്തിന് ശാഫി ഇമാം പോലെ വരക്കൽ തങ്ങളെ ശംസുൽ ഉലമന്റെ ജാറത്തിന് ഞങ്ങളും പോടുത്ത ഞങ്ങളെ ദീന്. മനസ്സിലായില്ലേ? ഞങ്ങൾക്ക് ദീന് പറഞ്ഞ കുത്തിത്തിരിപ്പല്ല. ഞങ്ങൾക്ക് ദീനും സംഘടനയും എന്ന് പറഞ്ഞ പിത്തനെയല്ല. പച്ചമലയാളത്തിൽ പറഞ്ഞാൽ ഇതൊക്കെ ദീനിൽ സ്വാഭാവിക.
മഹാൻ തൊട്ടപ്പുറത്ത് സമസ്തയുടെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന കാലത്ത് അതേ പേരിൽ ജനറൽ സെക്രട്ടറി ആയിരുന്നു കൊണ്ട് തുടങ്ങിയ പ്രസ്ഥാനം തഖ്വയിൽ അധിഷ്ഠിതമായ പ്രസ്ഥാനം അല്ല. കൂട്ടിക്കോളി ശംസുല്ലമ്മ കുറച്ച് വയസ്സൊക്കെ ആയപ്പോ ശംസുല്ലമ്മ ഞാൻ വിശ്രമിച്ചോട്ടെ ചേർത്ത് ചെറുപ്പക്കാരെ സെക്രട്ടറി ഏതാണെന്ന് കൂട്ടിക്കോളി. ഈ പിത്തനെ തന്നെ ചിന്തിക്കണം. മാണ്ട നിങ്ങൾക്കും വേണ്ടി ഒന്ന് പറഞ്ഞതാപ്പൊ ഞാൻ. ഇതാണ് എന്റെ വിശ്വാസം. ഉസ്താദുമാരെ ഇത് തക്ബീർ ചൊല്ലാനുള്ളതല്ല, മുമ്പിനെ മനസ്സിലാക്കാൻ വേണ്ടി പറയാൻ. ഉസ്താദുമാരെ ബഹുമാനിക്കണമെന്നും ഉലമാഇനെ സ്നേഹിക്കണമെന്നും പഠിപ്പിച്ച ദീനാണ് നമ്മുടേത്. ആശയപരമായിട്ട് വല്ല വ്യത്യാസമുണ്ടോ? ഇപ്പണ്ട് ഷിയാക്കളെ ഊരമ്പ് വെച്ചിട്ടുള്ള സമസ്ത ഞങ്ങൾക്കറിയില്ല. അന്ന് താജുലുലമ ഇത് പുനഃസംഘടിപ്പിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങളെയൊക്കെ അവസ്ഥ എന്താ? ഇത് ഞങ്ങളും പറയണ്ടേ? അല്ലാഹുവിനെത്ര സ്തുതിക്കണം ഞങ്ങൾ. ഓ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, മുസ്ലിം സമുദായത്തിൽ ആദർശപരമായ ഭിന്നതയില്ലെങ്കിൽ സംഘടനാപരമായ ഭിന്നതകൾ അത് ഒരുപക്ഷെ സമുദായത്തിന് ഗുണകരമായി മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് അനാരോഗ്യകരമായ വിവാദങ്ങളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് നന്മയുള്ളത് പ്രവർത്തിച്ചോളൂ. അതാണ് ഈ പ്രസ്ഥാനം നൽകുന്ന മെസ്സേജ്. അതാണ് ഞങ്ങൾ